ഇസ്രയേലിന്റെ മൊസാദ് ഇറാനെ തകർക്കുന്ന പദ്ധതിക്ക് സംഭാവന ചെയ്തത് ഡ്രോൺ ഭൂഗർഭ കേന്ദ്രം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ അടുത്തായാണ് മൊസാദ് ഡ്രോൺ കേന്ദ്രം സ്ഥാപിച്ചത്. ഇറാന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചാണ് മൊസാദ് ഏജന്റുമാർ രഹസ്യമായ ഡ്രോൺ കേന്ദ്രം സ്ഥാപിച്ചത്. അസാധ്യം എന്ന് കരുതപ്പെടുന്ന ചാരപ്രവർത്തനം. ഇറാന്റെ ആണവ കേന്ദ്രം എവിടെ എന്ന് ആദ്യം കണ്ടെത്തി. അതിനടുത്തായി ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യാക്രമണ താവളം ഇസ്രയേൽ സ്ഥാപിച്ചു. വർഷങ്ങളെടുത്തുള്ള ചാരപ്രവർത്തനമായിരുന്നു അത്. ഭൂമി കുഴിച്ച് അതിനുള്ളിലാണ് ഡ്രോണുകളും മറ്റായുധങ്ങളും ഒളിപ്പിച്ചത്. പിന്നീട് ഒരൊറ്റ രാത്രിയിൽ അതെല്ലാം ഒന്നിച്ചു പുറത്തെടുക്കുകയായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആക്രമണം. ഇറാന് അമ്പരന്ന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഈയിടെ ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണം നോക്കുകയാണ് എങ്കിൽ ഉക്രൈൻ റഷ്യയിലെ എയർബേസിൽ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തിയതും അസാധ്യം എന്ന് കരുതുന്ന തരത്തിലായിരുന്നു. ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ എന്ന നിലയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചു കടത്തി. ഏകദേശം 117 ഡ്രോണുകളാണ് റഷ്യയ്ക്കകത്തേക്ക് കയറ്റിയത്. ഉക്രൈനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സൈനിക വിമാനത്താവളങ്ങളിലേക്ക് ഉക്രൈനിൽ നിന്നും ഡ്രോണുകൾ അയക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. ഇതാണ് ഉക്രൈൻ റഷ്യയ്ക്കുള്ളിലേക്ക് ഒളിച്ചു കടത്തിയ ഡ്രോൺ വഴി സാധിച്ചത്. റഷ്യയുടെ 5 വ്യോമസേനാ താവളങ്ങളായിരുന്നു ഡ്രോണുകൾ തകർത്തത്. റഷ്യയുടെ ബോംബർ വിമാനങ്ങളായ TU-22, TU-95 എന്നിവ ഈ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു.